ജമ്മുകശ്മീരിലെ സോപ്പോറിൽ CRPF സംഘത്തിന് നേരെ ഭീകരാക്രമണം. ഒരു ജവാനും ഒരു പ്രദേശവാസിയും കൊല്ലപ്പെട്ടു. 3 ജവാന്മാർ ഉൾപ്പെടെ 4 പേർക്ക് പരിക്കേറ്റു. പ്രദേശത്ത് സൈന്യം തെരച്ചിൽ തുടരുകയാണ്. രജൌരിയിൽ നുഴഞ്ഞുകയറ്റ ശ്രമം പരാജയപ്പെടുത്തിയ സൈന്യം ഒരു ഭീകരനെ വധിച്ചു. വിശദാംശങ്ങളുമായി രാകേഷ് ചേരുകയാണ്. രാകേഷ്, ഇതിനിടയിലാണ് ഒരു സൈനികന് വീരമൃത്യു സംഭവിച്ചത്. CRPF സംഘത്തിന് നേരെയായിരുന്നോ ഭീകരാക്രമണം? ശരത്ത്, ബാരാമുള്ള ജില്ലയിലെ സോപ്പോറിലാണ് ഭീകരാക്രമണം ഉണ്ടായത്. പ്രദേശത്ത് പട്രോളിംഗ് നടത്തുകയായിരുന്ന CRPF സംഘത്തിന് നേരെ ഭീകരർ വെടിയുതിർക്കുകയായിരുന്നു. കാലത്ത് 7:30യോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. 4 CRPF ജവാന്മാർക്കാണ് പരിക്കേറ്റത്. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ഒരു സൈനികൻ മരണമടഞ്ഞു. സൈന്യം ഈ ഭീകരരെ തിരിച്ചു വെടിയുർത്തെങ്കിലും ഇവർ രക്ഷപ്പെടുകയായിരുന്നു. ഏതായാലും ഈ പ്രദേശത്ത് തന്നെ ഇവരുണ്ട് എന്ന നിഗമനത്തിലാണ് സൈന്യമുള്ളത്. പ്രദേശത്ത് ഇപ്പോൾ തെരച്ചിൽ തുടരുകയാണ്. ഭീകരരെ കണ്ടെത്താനുള്ള തെരച്ചിൽ തുടരുകയാണെന്നാണ് ജമ്മു കശ്മീർ DGP വ്യക്തമാക്കിയിരിക്കുന്നത്. സുരക്ഷാ സേനയുടെയും ഒപ്പം തന്നെ പോലീസിന്റെയും സംയുക്തമായാണ് ഭീകരർക്കായുള്ള തെരച്ചിൽ നടത്തുന്നത്. ജമ്മു കശ്മീരിൽ തന്നെ ട്രാളിലും ഇപ്പോൾ ഇത്തരത്തിൽ ഭീകരർ സാന്നിധ്യമുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ട്രാളിലും ഇപ്പോൾ പരിശോധന നടക്കുകയാണ്. അതേസമയം നിയന്ത്രണരേഖയോട് ചേർന്നുള്ള രജൌരിയിൽ നുഴഞ്ഞുകയറ്റ ശ്രമം സൈന്യം പരാജയപ്പെടുത്തി. ഇവിടെ ഒരു ഭീകരനെ സൈന്യം വധിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഈ ഭീകരനിൽ നിന്ന് AK-47 തോക്കുകളും മറ്റ് ആയുധങ്ങളും വെടിത്തിരകളും അടക്കം പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും സൈന്യം വ്യക്തമാക്കുന്നത് കൂടുതൽ ഭീകരർ ഈ പ്രദേശത്ത് തമ്പടിച്ചിട്ടുണ്ട്. നുഴഞ്ഞുകയറ്റത്തിനുള്ള അവസരം കാത്തിരിക്കുകയാണെന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും കൂടുതൽ സൈനികരെയും ഒപ്പം തന്നെ പോലീസും അടക്കം ചേർന്നുകൊണ്ട് ഈ മേഖലയിൽ തിരച്ചിൽ ശക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ശരി രാകേഷ്, ഇടവേള. അൺലോക്ക് 2ാം ഘട്ടം നിലവിൽ വന്നു. രാത്രി 10 മുതൽ രാവിലെ 5 വരെ കർശന യാത്രാ നിയന്ത്രണം തുടരും. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഈ മാസം 31 വരെ അടഞ്ഞുകിടക്കും. രാജ്യാന്തര വിമാന സർവീസുകൾ 31 വരെ പുനരാരംഭിക്കില്ല. സിനിമാ തിയേറ്ററുകൾ, ജിംനേഷ്യങ്ങൾ, സ്വിമ്മിംഗ് പൂളുകൾ, ബാറുകൾ, ഓഡിറ്റോറിയങ്ങൾ തുടങ്ങിയവ തുറക്കില്ല. കണ്ടെയ്ൻമെന്റ് സോണുകളിൽ നിയന്ത്രണത്തിൽ ഒരിളവും പാടില്ലെന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. അതേസമയം മഹാരാഷ്ട്രയിലും തമിഴ്നാട്ടിലും ഡൽഹിയിലും കോവിഡ് രോഗബാധിതരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. മഹാരാഷ്ട്രയിൽ 4878 പേർക്ക് പുതിയതായി രോഗം സ്ഥിരീകരിക്കുകയും 245 പേർ മരിക്കുകയും ചെയ്തു. ആകെ രോഗബാധിതരുടെ എണ്ണം 1,74,761. തമിഴ്നാട്ടിൽ ഇന്നലെ 3943 പേർക്കും ഡൽഹിയിൽ 2199 പേർക്കും രോഗം സ്ഥിരീകരിച്ചു.